ഫോട്ടോഷോപ്പിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾക്ക് എങ്ങനെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതായത് നമ്മൾ ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ചെടുത്ത ഒരു ഫോട്ടോ എങ്ങനെ നമ്മൾക്ക് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഫോട്ടോ ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ബ്രൈറ്റ്നസ് ഒക്കെ കൂട്ടി കൊടുക്കാവുന്നതാണ്. കുറച്ച് കോൺട്രാസ്റ്റും കൊടുക്കുന്നു. അതിനുശേഷം ഓക്കെ കൊടുക്കുന്നു. പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ റെക്കമെൻഡഡ് സൈസ് 3.5 × 4.5 ആണ്. അത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഫയലിൽ പോവുക, ന്യൂ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വിഡ്ത്ത് 3.5ഉം ഹൈറ്റ് 4.5ഉം, അതിനുശേഷം യൂണിറ്റ് സെൻറ്റിമീറ്റേഴ്സും കൊടുക്കുക. റെസൊല്യൂഷൻ ഒരു 300 കൊടുക്കുക. കളേഴ്സ് RGB, ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് തന്നെ കൊടുക്കുക. അതിനുശേഷം ക്രിയേറ്റ് കൊടുക്കുക. ഇപ്പോഴിവിടെ ന്യൂ ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഓപ്പൺ ചെയ്ത ഫോട്ടോയിൽ പോവുക. അതിനുശേഷം മൂവ് ടൂൾ സെലക്ട് ചെയ്ത് ഈ ഫോട്ടോയെ മൂവ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത ന്യൂ ഡോക്യുമെൻറ്റിലോട്ട് കൊണ്ടുവരിക. അതിനുശേഷം ഇവിടെ ഈ ക്രിയേറ്റ് ആയിരിക്കുന്ന ലെയറിൽ മൗസിൻ്റെ റൈറ്റ് ബട്ടൺ അമർത്തി കൊടുക്കുക. അതിനുശേഷം കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ വിൻഡോ സൂം ഇൻ സൂം ഔട്ട് ചെയ്യുന്നതിന് വേണ്ടി ആൾട്ട് അമർത്തി പിടിച്ച് അതിനുശേഷം മൗസിൻ്റെ വീൽസ് റൊട്ടേറ്റ് ചെയ്താൽ മതി. നമുക്ക് ഈ ഡ്രാഗ് ചെയ്ത ഇമേജ് ആ പേജിലോട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി, അതായത് അതിൻ്റെ സൈസ് നമുക്ക് വേരി ചെയ്യാൻ വേണ്ടി ഫ്രീ ട്രാൻസ്ഫോം എന്ന ഓപ്ഷന് ഉപയോഗിക്കാവുന്നതാണ്. അതിനുവേണ്ടി എഡിറ്റിൽ പോവുക, ഇവിടെ ഫ്രീ ട്രാൻസ്ഫോം സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ കീബോർഡിൽ Ctrl+T അമർത്തി കൊടുത്താലും മതി. അതിനുശേഷം ഷിഫ്റ്റ് അമർത്തി പിടിച്ച് ഈ ഇമേജിനെ ആവശ്യമായ അളവിൽ സെറ്റ് ചെയ്യും. അതിനുശേഷം മുകളിൽ ഒരു ടിക്ക് മാർക്കുണ്ട്, അത് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തിരിച്ച് നമ്മൾ ആ ലെയറിൽ തന്നെ പോവുക. അവിടെ മൗസ് കൊണ്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം റാസ്റ്ററൈസ് ലെയർ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ക്രോപ്പ് ടൂൾ ഉണ്ട്. ക്രോപ്പ് ടൂളിൽ ആദ്യത്തെ ഓപ്ഷൻ ക്രോപ്പ് ടൂൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഇമേജിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോഴാ ഇമേജ് സെലക്ഷൻ ആയിട്ടുണ്ട്. അതിനുശേഷം മുകളിൽ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അടുത്തത് ഈ ഇമേജിന് ഔട്ടർ ലൈൻ സെറ്റ് ചെയ്യണം. അതിനു വേണ്ടി എഡിറ്റിൽ പോകുക. ഇവിടെ സ്ട്രോക്ക് ഉണ്ട്. സ്ട്രോക്ക് ഒരു 2 പിക്സൽ കൊടുക്കുക. അതിനുശേഷം കളറ് ബ്ലാക്ക്, ലൊക്കേഷൻ ഇൻസൈഡ് കൊടുക്കുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഇവിടെ വേറെ ചേഞ്ചസ് ഒന്നും വരുത്തണ്ട. ബ്ലെൻഡിങ് മോഡ്സ് നോർമൽ, കപ്പാസിറ്റി 100. അതിനുശേഷം ഓക്കെ കൊടുക്കുക. അടുത്ത നമ്മൾക്ക് ഈ ഫോട്ടോ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി ക്യാൻവാസ് സെറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഇമേജിൽ പോകുന്നു, ക്യാൻവാസ് സൈസ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ യൂണിറ്റ് നമ്മൾ സെൻറ്റിമീറ്റേഴ്സിലോട്ട് കൊടുക്കുന്നു. ഇപ്പോൾ ഇവിടെ കാണാം 3.5 വിഡ്ത്ത് വന്നിട്ടുണ്ട്. ഇത് 3.5 എന്നുള്ളത് 3.8 കൊടുക്കുക. 4.5 എന്നുള്ളത് 4.8 കൊടുക്കുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് സേവ് ചെയ്യാവുന്നതാണ്. ഫയലിൽ പോവുക, സേവ് ഓർ സേവ് ആസ് കൊടുക്കുക. ഫയൽ നെയിം എന്തെങ്കിലും എൻ്റർ ചെയ്ത് കൊടുക്കുക. JPG സെലക്ട് ചെയ്യുക, സേവ് കൊടുക്കുക. ഇതിപ്പോൾ ഇവിടെ സേവ് ആയിട്ടുണ്ട്. ഇത് നമ്മൾക്ക് ഓൺലൈനായിട്ടുള്ള ആവശ്യങ്ങൾക്ക് മറ്റുള്ള ആവശ്യങ്ങളൊക്കെ ഇത് ഉപയോഗിക്കുന്നതാണ്. ബാക്കപ്പിന് വേണ്ടി ഇങ്ങനെ നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി ഈ ഇമേജ് നമ്മൾക്ക് എങ്ങനെ പ്രിൻ്റ് ഔട്ട് എടുക്കാമെന്ന് നോക്കാം.
അതിനുവേണ്ടി ഞാൻ വീണ്ടും ഫയലിൽ പോകുന്നു. ഇവിടെ ന്യൂ കൊടുക്കുന്നു. ഫോട്ടോ പ്രിൻ്റ് ചെയ്യുവാൻ വേണ്ടി ഞാനിവിടെ 4x6 പേപ്പർ സെലക്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് A3 വേണമെങ്കിൽ A3, A4 വേണമെങ്കിൽ A4, അവൈലബിൾ ആയിട്ടുള്ള ഏത് പേപ്പർ വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ്. അതല്ല നിങ്ങൾക്ക് കസ്റ്റമായിട്ട് വിഡ്ത്തും ഹൈറ്റും സെറ്റ് എന്നുണ്ടെങ്കിൽ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വിഡ്ത്ത് 4ഉം ഹൈറ്റ് 6ഉം വന്നിട്ടുണ്ട്. യൂണിറ്റ് ഇഞ്ചസ് ആണ്. ഞാൻ ഓറിയൻറ്റേഷന് ഹൊറിസോണ്ടൽ കൊടുക്കുന്നു. റെസൊല്യൂഷൻ 300, കളർ മോഡ് RGB, ബാക്ക്ഗ്രൗണ്ട് കണ്ടൻറ്റ് വൈറ്റ് കൊടുക്കുന്നു. അതിനുശേഷം ക്രിയേറ്റ് കൊടുക്കുന്നു. അതിനുശേഷം നമ്മുടെ ഫോട്ടോയെ മൂവ് ടൂൾ ഉപയോഗിച്ച് മൂവ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത ഈ പുതിയ ഡോക്യുമെൻറ്റിലോട്ട് കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്ക് Ctrl+C അടിച്ച് കോപ്പി ചെയ്ത് അതിനുശേഷം Ctrl+V അടിച്ച് പേസ്റ്റ് ചെയ്യാവുന്നത് ആണ്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് ഈ പേജ് നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ്. ഇതല്ലെങ്കിൽ വേറൊരു മെത്തേഡ് കൂടിയുണ്ട്. നമ്മൾ ഓപ്പൺ ചെയ്ത ഫോട്ടോയിൽ പോകുക, ഇവിടെ എഡിറ്റിൽ വരിക, ഡിഫൈൻ പാറ്റേൺ കൊടുക്കുക. ഇവിടെ നെയിം മാറ്റണമെങ്കിൽ നെയിം എന്തെങ്കിലും മാറ്റി കൊടുക്കാം. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഫയലിൽ പോവുക, ന്യൂ ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ ഫോട്ടോ സൈസ് 4x6 കൊടുക്കുന്നു, ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം എഡിറ്റിൽ വരുന്നു. ഇവിടെ ഫിൽ എന്ന ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുന്നു. ഇവിടെ പാറ്റേൺ സെലക്ട് ചെയ്യുന്നു. കസ്റ്റം പാറ്റേൺ ഉണ്ട്, ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഡിഫൈൻ പാറ്റേൺ കൊടുത്ത എന്താണോ അതിവിടെ വന്നിട്ടുണ്ടാവും, അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഇപ്പോൾ ആ പാറ്റേൺ എല്ലാം ഇവിടെ കറക്റ്റായിട്ട് ഫില്ലായിട്ടുണ്ട്. അതായത് നമ്മുടെ ഫോട്ടോസ് ഇവിടെ താഴ്ഭാഗത്തായിട്ട് കുറച്ച് എക്സസ് ആയിട്ട് വന്നിട്ടുണ്ട്. അത് റിമൂവ് ചെയ്യണമെങ്കിൽ രണ്ടാമത്തെ ടൂള് റെക്റ്റാങ്കിൾ സെലക്ഷൻ ടൂൾ ഉപയോഗിക്കുക. ജസ്റ്റ് ഇതെല്ലാം സെലക്ട് ചെയ്യുക. അതിനുശേഷം Ctrl+Delete പ്രസ് ചെയ്യുക. അതിനുശേഷം Ctrl+D കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ പ്രിൻ്റ് എടുക്കാനുള്ള ഡോക്യുമെൻ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് സേവ് ചെയ്യാവുന്നതാണ്. ഫയൽ നെയിം എന്തെങ്കിലും എൻ്റർ ചെയ്ത് കൊടുത്ത് JPG സെലക്ട് ചെയ്യുക. സൈസ് മാക്സിമം തന്നെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഇപ്പോഴേ പ്രിൻ്റ് ചെയ്യാനുള്ള ഫോട്ടോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പ്രിൻ്റ് എടുത്ത് നിങ്ങൾക്ക് കട്ട് ചെയ്ത് യൂസ് ചെയ്യാവുന്നത് ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലിൽ പ്ലേലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അത് പ്രകാരം കാണുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കോൺ എനേബിൾ കൂടി ചെയ്യാൻ മറക്കണ്ട.